12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഇതിനു മുൻപൊരു വീഡിയോയിൽ നീറ്റ് 2021ന്റെ പ്രധാനപ്പെട്ട ഡേറ്റ്സും എക്സാം പാറ്റേണിൽ വന്ന ചേഞ്ചും മറ്റ് പ്രധാനപ്പെട്ട വസ്തുതകളും ഞാൻ പ്രതിപാദിച്ചിരുന്നു. നമ്മൾ നോക്കുന്നത് എങ്ങനെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാമെന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് neet.nta.nic.in എന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കാനുള്ള തീയതി 13 ജൂലൈ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 6 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പണമടയ്ക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്. 7 ഓഗസ്റ്റിനാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. 8 ഓഗസ്റ്റ് മുതൽ 12 ഓഗസ്റ്റ് വരെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് NTA നോട്ടിഫൈ ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് കറക്ഷൻസ് ചെയ്യാനുള്ള അനുമതി ഉണ്ടാവുന്നതാണ്. 12 സെപ്റ്റംബർ 2021 ആണ് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പോവുകയാണല്ലോ. അതിനു മുമ്പ് കുറച്ച് തയ്യാറെടുപ്പുകൾ വേണ്ടേ? ആദ്യമായി നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമതായി ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്. അത് നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെടുന്നത് ഫില്ല് ചെയ്യുമ്പോൾ തെറ്റുണ്ടാകാതിരിക്കാൻ അത് നോക്കി ഫിൽ ചെയ്യാനാണ്. കാരണം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ക്ലാസ് 10 മാർക്ക് ലിസ്റ്റിലേത് പോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് വേണമെന്ന് പറയുന്നത്. അതിന്റെ സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ ആവശ്യമില്ല. അതുപോലെ ഒരു ID പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ട്, റേഷൻ കാർഡ്, അങ്ങനെ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ്, വോട്ടർ ID കാർഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതിന്റെ നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ അടുത്ത് കരുതി വെക്കുക. ഇനി വേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട 4 ഡോക്യുമെന്റ്സ് ആണ്. അതായത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സിഗ്നേച്ചറും ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനും. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും JPEG ഫോർമാറ്റിൽ 10 കിലോബൈറ്റ്സ് മുതൽ 200 കിലോബൈറ്റ്സ് വരെയാണ് അതിന്റെ സൈസ്. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിരണം. 80% ഫേസ് കവർ ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കണം. ചെവി കാണണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. പഴയ ഒരു ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിലുള്ള പുതിയൊരു ഫോട്ടോ എടുക്കുന്നതാണ്. കാരണം ഫോട്ടോയിൽ നിങ്ങളുടെ പേരും ഡേറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോ എടുത്തിരിക്കുന്ന ആ ഡേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനുവരി 2021 ശേഷമുള്ള ഫോട്ടോയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലെ പേരും നിങ്ങളുടെ മുഴുവൻ പേരും ഫോട്ടോ എടുക്കുന്ന തീയതിയും വ്യക്തമായി കാണിച്ചിരിക്കണം. ഇനി ആ ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പിയാണ് ഇപ്പോൾ വേണ്ടത്. പക്ഷേ അതിന്റെ യഥാർത്ഥ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ഹാൾ ടിക്കറ്റിനും മറ്റുമായി. അതുകൊണ്ട് അതിന്റെ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരേ ഫോട്ടോ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. അത് JPEG ഫയലിലാണ്. 4 കിലോബൈറ്റ് മുതൽ 30 കിലോബൈറ്റ് വരെ. അതുപോലെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനും വേണം. നിങ്ങൾക്ക് ഒരു സീൽ പാഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതില്ലാത്ത പക്ഷം മഷി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേപ്പറിൽ തമ്പ് ഇംപ്രഷൻ ഉണ്ടാക്കിയ ശേഷം 1-2 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് ഏറ്റവും നല്ലത് ഫിംഗർ പ്രിന്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയ ഒരു ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് റൈറ്റ് തമ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയും JPEG ഫയലിലാണ്. 10 കിലോബൈറ്റ് മുതൽ 200 കിലോബൈറ്റ് വരെയാണ് അതിന്റെ സൈസ്. ഇനി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഈ 4 ഡോക്യുമെന്റ്സ് സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. ഒപ്പം നിങ്ങളുടെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റും ഒരു ID പ്രൂഫും നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഇത്രയുമായാൽ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലോട്ട് കടക്കാം. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റേജ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. അതിന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. രക്ഷിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ഐഡി കൊടുക്കാവുന്നതാണ്. പക്ഷേ ആ ഇമെയിൽ ഐഡി പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. നിങ്ങൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണം വേണം. കാരണം പിന്നീടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഇമെയിൽ വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പറും ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കൂടി ഒരു ഇന്ത്യൻ മൊബൈൽ നമ്പറാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജസ് റിസീവ് ചെയ്യുന്ന മോഡിലുള്ള ഒരു മൊബൈൽ നമ്പറും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇത്രയുമായാൽ നിങ്ങൾക്ക്
neet.nta.nic.in എന്ന സൈറ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് കാണാം. അതിന് മുകളിൽ കാണിച്ചിരിക്കുന്നത് അവരുടെ വിജ്ഞാപനമാണ്. അതിന് താഴെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഇതിൽ ഒത്തിരി പേജസ് ഉണ്ട്. നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അതെല്ലാം വായിച്ചതിന് ശേഷം തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിലെ ഇൻഫർമേഷൻ തന്നെയാണ് ഞങ്ങളും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ എല്ലാ വസ്തുതകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ പേജ് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫിൽ രജിസ്ട്രേഷൻ ഫോം എന്ന് കാണാം. അവിടെ ഈ ന്യൂ എന്ന മൾട്ടി കളറിൽ ബ്ലിങ്ക് ചെയ്തിരിക്കും. നിങ്ങൾ ഫിൽ രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അതെല്ലാം പൂർണ്ണമായി ക്ലാസ് 10 മാർക്ക് ലിസ്റ്റിലേതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കൃത്യമായിരിക്കണം, തെറ്റാതെ കൊടുക്കുക. പിന്നെ ജെൻഡർ കൊടുക്കുക. ഇതെല്ലാം ഓട്ടോ ഫിൽ ആണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് മുതലുള്ളതെല്ലാം നിങ്ങൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നാഷണാലിറ്റി ഇന്ത്യൻ. അവിടെ NRI, OCI ഓപ്ഷൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾ NRI സീറ്റിന് വേണ്ടിയിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ എന്ന് കൊടുക്കാവുന്നതാണ്. ഐഡന്റിറ്റി ടൈപ്പ് നിങ്ങൾ ഏത് ഐഡന്റിറ്റി പ്രൂഫാണോ കൊടുക്കുന്നത്, അതായത് നിങ്ങളുടെ പാസ്പോർട്ടാണോ, ആധാർ കാർഡാണോ, റേഷൻ കാർഡാണോ, അതിനെ ഇവിടെ കൊടുക്കുക. അതിന്റെ നമ്പറും നിങ്ങൾ എൻ്റർ ചെയ്യണം. ഇതെല്ലാം തെറ്റില്ലാതെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. പ്രസന്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളിപ്പോൾ എവിടെയാണെന്നുള്ള അഡ്രസ്സ് കൊടുക്കുക. അവിടെ അഡ്രസ്സ്, ലൊക്കാലിറ്റി, സിറ്റി, ടൗൺ ഓർ വില്ലേജ്, കൺട്രി, ഞാൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ അഡ്രസ്സ് വേറെ ആകാം. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡിൽ നിങ്ങൾക്ക് 6 അക്കമുള്ള പിൻകോഡ് ഉണ്ടായിരിക്കും. ഇത്രയും കൊടുക്കുക. അതിനുശേഷം ഇവിടെ 91 എന്നത് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് അതൊരു ഇന്ത്യൻ നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇന്ത്യൻ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇമെയിൽ അഡ്രസ്സും കൃത്യമായി കൊടുക്കുക. ഓൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ ഓപ്ഷണൽ ആണ്, പക്ഷെ കൊടുത്തിരുന്നാൽ നല്ലത്. അത് നമ്മൾ പ്രസന്റ് അഡ്രസ് ആണ് കൊടുത്തത്. അടുത്ത ഒരു കോളമുണ്ട് പെർമനന്റ് അഡ്രസ്. സെയിം ആസ് പ്രസന്റ് അഡ്രസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആകും. അതല്ല, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് വേറെ ആണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അപ്പോൾ പ്രസന്റ് അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെയാണോ കമ്മ്യൂണിക്കേഷൻസ് റിസീവ് ചെയ്യാൻ എളുപ്പം ആ അഡ്രസ്സാണ് പ്രസന്റ് അഡ്രസ്. പെർമനന്റ് അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥിരമായ അഡ്രസ്സാണ്. ചിലപ്പോൾ അത് ഒന്നാകാം, ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അതനുസരിച്ച് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾക്ക് കൊടുക്കേണ്ടത് ഒരു പാസ്വേഡാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പിന്നെ കുറച്ച് സ്മോൾ ലെറ്റേഴ്സ്, ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ പാസ്വേഡ് സ്ട്രോങ് ആയിരിക്കുകയുള്ളൂ. ആ പാസ്വേഡ് നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കോമൺ പാസ്വേഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ എപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താലും അത് എവിടെയെങ്കിലും എഴുതിയിടുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഈ പാസ്വേഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊടുക്കാം. കഴിയുന്നതും പാസ്വേഡ് മറക്കാതിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉടനെ തന്നെ നോട്ട് ചെയ്തിടാൻ ശ്രമിക്കുക. ഇത്രയുമായാൽ ഇവിടെ ഒരു സെക്യൂരിറ്റി പിൻ വരുന്നതാണ്, ഒരു ക്യാപ്ച. അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് വരും. ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റിലോട്ട് പോകണോ ചെക്ക് ചെയ്യണോ എന്നുള്ളത്. അത് നിങ്ങൾ ക്ലോസ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ്, അതായത് ഇതുവരെ എൻ്റർ ചെയ്തതെല്ലാം അവിടെ പ്രിവ്യൂ കാണിക്കും. നിങ്ങൾക്ക് അതിൽ നോക്കിയതിന് ശേഷം ഇതിന്റെ ആ പേജിന്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൈ നെയിം, ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇതെല്ലാം ഒന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ, തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഡിക്ലറേഷൻ ഐ എഗ്രി ഇവിടെ കൊടുക്കാവുന്നതാണ്. ടിക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതോടെ നിങ്ങളുടെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി. നിങ്ങളിത് ഈ പേജിലെത്തി. ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം പച്ചയായി കഴിഞ്ഞു. അതായത് നമ്മൾ ആ ഭാഗം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതുള്ളത് ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ ഫോം ഓൺലി കംപ്ലീറ്റഡ്. ഇനി നിങ്ങൾക്ക് 3 സ്റ്റേജും കൂടി ബാക്കിയുണ്ട്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വരും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്കും അവർ ഒരു ഇമെയിൽ അയക്കും. ഒപ്പം തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അലർട്ടും വരുന്നതാണ്.
ഇതൊക്കെയാണെങ്കിലും ഏറ്റവും നല്ലത് ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പാസ്വേഡ് എഴുതി വെച്ചതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ ഒരു ഡയറിയിലോ മറ്റോ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉചിതം. കാരണം ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൽ ചിലപ്പോൾ സ്പേസ് കുറയും. അപ്പോൾ നമ്മൾ പലതും ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അറിയാതെ ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ഇത് ഓർക്കില്ല നീറ്റിന്റെ ആണെന്ന്, പിന്നീടാണ് നമ്മൾ നോക്കുമ്പോൾ കാണില്ല. അതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടുന്ന ശീലം ഉണ്ടാക്കിയാൽ വളരെ നല്ലത്. അപ്പോൾ ഇതിനുള്ള ഫ്യൂച്ചർ റെഫറൻസ് നമുക്ക് എപ്പോഴും ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ്. അപ്പോൾ ഇനി അടുത്തുള്ള സ്റ്റെപ്പിലേക്ക് ഇപ്പോൾ തന്നെ പോകണമെങ്കിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കൊടുത്ത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആണെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ സ്റ്റേജിൽ അങ്ങ് ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾ ഒത്തിരി സമയം ഡിലേ വരികയാണെങ്കിൽ പേജ് എക്സ്പയർഡ് എന്നോ മറ്റോ കാണിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മുഴുവൻ ഈ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യണം. ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ട് neet.nta.nic.in എന്ന വെബ്സൈറ്റിലേക്ക് കയറി ആദ്യത്തെ പേജിൽ രജിസ്റ്റർ ഓൺലൈൻ എന്ന ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറ്റൊരു പേജിലെത്തും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരാവുന്നതാണ്. അത് എപ്പോഴാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്ത് തിരിച്ചെത്തുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വീണ്ടും വേണ്ടത്. കാൻഡിഡേറ്റ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നാഷണാലിറ്റി ഇന്ത്യൻ അല്ലെങ്കിൽ ഓവർസീസ് അതർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് ചെയ്യുക. ഇന്ത്യക്ക് വെളിയിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ NRI എന്ന് വെക്കണമെന്നില്ല. അത് NRI സീറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ആപ്ലിക്കബിൾ. നിങ്ങൾ NRI എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എംബസിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇനി സ്റ്റേറ്റ് UT ഫ്രം വെയർ 12th ഓർ ഇക്വലന്റ് പാസ്ഡ് ഓർ അപ്പിയറിംഗ്. നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാണോ നിങ്ങൾ ഇക്വലന്റ് 12th എക്സാം പാസ്സാവുന്നത് അത് കൊടുക്കുക. ഇതെല്ലാം ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. സെൽഫ് ഡിക്ലറേഷൻ അപ്ലോഡ് ആസ് പെർ റൂൾ. കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത് എന്നത് മനസ്സിലാക്കി അത് ചെയ്യുക. പിന്നീട് വരുന്നത് ഇഫ് യു ആർ എ PWD കാൻഡിഡേറ്റ്, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ആർ യു ഡയബറ്റിക് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ യെസ് എന്ന് തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചില പ്രിവിലേജസ് ഉണ്ടാകും. ഭക്ഷണവും മരുന്നുമെല്ലാം നിങ്ങളുടെ ഒപ്പം കരുതാൻ കഴിയും. പിന്നെ കൺട്രി ഓഫ് റെസിഡൻസ്, നിങ്ങളിപ്പോൾ എവിടെയാണോ അത് കൊടുക്കുക. ഡു യു ഇന്റന്റ് ടു വെയർ കസ്റ്റമറി ഡ്രസ്, അതായത് നിങ്ങൾ പ്രത്യേകതര ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രധാരണമാണ് നിങ്ങൾ പതിവാക്കിയിരിക്കുന്നെങ്കിൽ, അന്നത്തേക്ക് മാത്രമല്ല നിങ്ങളുടെ പതിവായിട്ടുള്ള വസ്ത്രധാരണം അതാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ യെസ് തന്നെ കൊടുക്കുക. ഞാനിവിടെ നോ എന്ന് അടിച്ചിട്ടുണ്ട്, എങ്കിലും അത് മെജോറിറ്റി ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആണ്. എങ്കിലും യെസ് ആണെങ്കിൽ അത് യെസ് തന്നെ കൊടുക്കുക. ഇനി വരുന്നത് അപ്ലൈ ഫോർ നാഷണൽ അത് ഓട്ടോമാറ്റിക് ഇവിടെ ഓൾറെഡി ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ ഇത്തവണ 13 റീജിയണൽ ലാംഗ്വേജസിലെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന ചോയ്സ് കൊടുക്കാം. അതല്ല നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ആണ് മലയാളമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇനി വേണ്ടത് നമ്മുടെ സെന്റർ ആണ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഇവിടെ സെന്റർ സിറ്റി സെലക്ട് ചെയ്യാം. ഇപ്പോൾ കേരളം ആണെങ്കിൽ ഏത് സിറ്റി അതെല്ലാം ലിസ്റ്റ് അനക്സിൽ കൊടുത്തിട്ടുണ്ട്. ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് നോക്കാം. മിക്കവാറും എല്ലാ സിറ്റീസും കേരളത്തിൽ ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, അങ്കമാലി, തൃശൂർ എല്ലാം തന്നെയാണ്. നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കുക. അല്ലെങ്കിലും ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ സിറ്റി വരും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം സിറ്റി ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തത് ആ രീതിയിൽ പോവുക. എനിക്ക് തോന്നുന്നു എല്ലാവരും കേരളം തന്നെയായിരിക്കും വെക്കുന്നത്. കേരളത്തിന് ഇന്ത്യക്ക് വെളിയിൽ ഇത്തവണ കുവൈറ്റ് മാത്രമേ ഉള്ളൂ. കുവൈറ്റ് സിറ്റിയാണ് അവിടെ സെന്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ സെന്റർ വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 12th ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വർഷം അപ്പിയർ ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പാസ് സ്റ്റാറ്റസ് അപ്പിയറിംഗ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ് 2021, ഇവിടെ ക്വാളിഫയിങ് എക്സാം കോഡ് 1 എന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിരിക്കും. അതല്ല നിങ്ങൾ ഓൾറെഡി പാസ്സായ കുട്ടിയാണ്, കഴിഞ്ഞ വർഷം പാസ്സായി റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 2 എന്നും, അല്ലെങ്കിൽ 7 വരെയുള്ള നമ്പർ നിങ്ങൾ ബുള്ളറ്റിൻ വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ പ്ലേസ് ഓഫ് സ്കൂളിംഗ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്, നിങ്ങളുടെ ടൈപ്പ് ഓഫ് സ്കൂൾ ഓർ കോളേജ്, അതായത് ഗവൺമെന്റ് ആണോ, എയ്ഡഡ് ആണോ, അല്ലെങ്കിൽ പ്രൈവറ്റ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്താണെങ്കിൽ, അല്ലെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റും കൊടുക്കാം. പിന്നെ സ്കൂൾ ബോർഡ്, CBSE ആണോ, സ്റ്റേറ്റ് ബോർഡ് ആണോ, IGCSE, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ദെൻ റിസൾട്ട് മോഡ് നിങ്ങൾ അത് അപ്പിയറിംഗ് സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ അല്ല. റോൾ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഫില്ല് ചെയ്യുക. സ്കൂൾ കോളേജ് നെയിം കൊടുക്കുക, സ്കൂൾ കോളേജ് പിൻകോഡും കൊടുക്കുക. ഇവിടെ പിൻകോഡ് കൊടുക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള കുട്ടികൾ, അതായത് വിദേശത്തുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ 6 അക്കം ഉണ്ടായിരിക്കണമെന്നില്ല പിൻകോഡ്. അങ്ങനെയുള്ളവർ 0 ചേർത്തിട്ട് അത് 6 അക്കമാക്കി കൊടുത്തില്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞു. സബ്മിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് റിവ്യൂ ഓപ്ഷൻ വരും. നിങ്ങൾ അത് റിവ്യൂ ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ അടുത്ത പേജിൽ വരുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമും ഗ്രീൻ കളറായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അതാണ് ഡോക്യുമെന്റ് അപ്ലോഡ്. ഞാൻ പറഞ്ഞതുപോലെ 4 ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ്, പോസ്റ്റ് കാർഡ് സൈസ്, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും. അപ്പോൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇതേ ഫോർമാറ്റിലുള്ള, അതായത് ഈ തന്നിരിക്കുന്ന സൈസിലും ഫോർമാറ്റിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോയുടെ ഫോർമാറ്റിൽ പ്രശ്നമുണ്ടെന്ന് കരുതി അത് റെക്ടിഫൈ ചെയ്ത ശേഷം കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഈ 4 ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്രയും അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ 3ാമത്തെ ഘട്ടവും പൂർത്തിയാകും. അതും സബ്മിറ്റ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് ഫീ പേയ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഫീ പേയ്മെന്റിന് ഓഗസ്റ്റ് 7 വരെ സമയമുണ്ട്. എങ്കിലും ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 1500 രൂപയാണ്. അല്ലാത്തവർക്ക് അതനുസരിച്ച് ബുള്ളറ്റിനും തന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അടയ്ക്കേണ്ടതാണ്. പല ഓപ്ഷൻസ് ഉണ്ട്. SBI, കാനറ ബാങ്ക്, HDFC, ICICI, Paytm, പേയ്മെന്റ് ഗേറ്റ്വേ ത്രൂ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI വാലറ്റ് എല്ലാം ഉണ്ട്. ഈ SBIക്ക് അകത്ത് തന്നെ SBI MOPS എന്ന് വരും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള മറ്റ് ബാങ്കിന്റെ വിവരങ്ങളും ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഫീസ് അടച്ച ശേഷം ആ ഫീസ് അടച്ച റെസീറ്റ് അല്ലെങ്കിൽ പ്രൂഫ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മൊബൈലിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കുക. എപ്പോഴും നീറ്റ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി ഈ എല്ലാ ഡോക്യുമെന്റ്സിന്റെ സോഫ്റ്റ് കോപ്പിയും അതിൽ ഇട്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നീടുള്ള റെഫറൻസിന് എളുപ്പമായിരിക്കും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിന്റെ പേജ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, നിങ്ങളുടെ പണം അടച്ചതിന്റെ റെസീറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. കാരണം പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സെക്യൂരിറ്റി റീസൺ കൊണ്ട് കാണില്ല. ഇതെല്ലാം ഒരു ഫോൾഡറിൽ, പിന്നെ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരു ഫോൾഡർ ആക്കി വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിലും പ്രയോജനമായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഇനി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാം. പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണമെങ്കിൽ പ്രിന്റ് ഔട്ടും എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഫീസ് അടച്ചതിന്റെ റെസീറ്റും വെക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞു. സ്റ്റേജ് 1 ഓഫ് ആപ്ലിക്കേഷൻ ഫോം തീർന്നിട്ടില്ല. ഇനി നമുക്ക് 2 കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ എക്സാമിനേഷൻ. അതിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ പാർട്ട് 2 ആപ്ലിക്കേഷൻ ഫോം റെഡിയാകും. അപ്പോൾ നമ്മൾ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാക്കി വെക്കുക. ഒപ്പം നിങ്ങളുടെ റോഡ് മുന്നോട്ട് കിടക്കുകയാണ്. എല്ലാവർക്കും ആ റോഡ് ഓപ്പൺ ആണ്. നമ്മുടെ ഹാർഡ് വർക്കിനും നമ്മുടെ മനോഭാവത്തിനും അനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം. അതുകൊണ്ട് ഇനിയുള്ള സമയം ഒട്ടും തന്നെ പാഴാക്കി കളയാതെ ഒരു വിജയത്തിലേക്ക് എന്നൊരു ഫോക്കസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പഠിക്കുക. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അധ്യാപകരുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാം പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.